പരാജയം ഓടി ഓടി തീർക്കണം. പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ ഒരു പുട്ടും പഴവുമായി കാത്തിരിക്കണം. എന്തെങ്കിലും പുട്ടും പഴം തിന്നാൻ നമുക്ക് തോന്നാം. പക്ഷെ പുട്ടും പഴം തിന്നുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഞാൻ പുട്ടും പഴം തിന്നുമ്പോൾ ഓർക്കുന്നത് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ കാര്യമാണ്. സച്ചിൻ തെണ്ടുൽക്കർ പുട്ടും പഴം തിന്നുമ്പോഴാണ് അദ്ദേഹത്തിന് പൊറോട്ടം മട്ടൻ ചാപ്സ് തിന്നാൻ തോന്നിയത്. അങ്ങനെ പൊറോട്ടയും മട്ടൻ ചാപ്സും സച്ചിൻ തെണ്ടുൽക്കർ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറഡോണയും പിന്നെ ശശി തരൂറും കുഞ്ഞമ്മയുടെ വീട്ടിൽ കല്യാണത്തിന് പോയി വന്നു. അതിനെന്നും ഓർക്കുന്നു. കാരണം എൻ്റെ അയൽവക്കത്തെ കല്യാണമായിരുന്നു കുഞ്ഞമ്മയുടെ വീട്ടിൽ കല്യാണം. കുഞ്ഞമ്മയുടെ വീട്ടിലെ കല്യാണം ഏകദേശം 10 ലക്ഷം പേര് സദ്യ കഴിച്ച ഒരു കല്യാണമാണ്. അത് ഓർക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്. പുഴയുടെ തീരത്ത് വീടുണ്ട്. ഇപ്പോൾ പുഴയുടെ തീരത്ത് എത്ര വീടുകളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആ പുഴയുടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഒന്ന് ഓർക്കുന്നത് മാണിക്കക്കല്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. പണ്ടൊരു കാട്ടിലൊരാൺ സംഘം കുതിച്ചു വാണിരുന്നു, ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും വാണിരുന്നു, സിംഹം എങ്ങും വാണിരുന്നു, സിംഹം എങ്ങും വാണിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ കാര്യം സിംഹത്തിൻ്റെ പാട്ട് ഞാൻ പാട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇയാളല്ലേ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സിംഹത്തിൻ്റെ പാട്ട് എന്തിനാണ് പാടിയത്? എനിക്കെന്താ കിളി പോയോ? സത്യം പറഞ്ഞാൽ എനിക്ക് കിളിയൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ നമ്മൾ പല തരം കിളികളുണ്ട്. വീറ്റ്നാം കിളിയുണ്ട്, പിന്നെന്താ പറയുക, സ്വസ്ത്രക്കിളിയുണ്ട്. സ്വസ്ത്രക്കിളീനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ അമിതാഭ് ബച്ചൻ്റെ കാര്യത്തിലേക്ക് വരും. കാരണം അമിതാഭ് ബച്ചന് 8 അടി ഹൈറ്റിലുകൊണ്ടാണ് അദ്ദേഹം തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയത്. എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ മിനിമം 10 അടിയെങ്കിലും ചാടി കിടക്കണം. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ കല്ലിങ്കാട്ട് നീലിയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്ലിങ്കാട്ട് നീലി ഒരു അഹിതിയാണ്. അത് ഓർക്കുമ്പോഴാണ് ഞാൻ ബിരിയാണിയെക്കുറിച്ച് ആലോചിക്കുന്നത്. ബിരിയാണി തിന്നുമ്പോഴാണല്ലോ നമുക്ക് വിശപ്പ് അധികമാവുന്നത്. ബിരിയാണി തിന്നുമ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് തിന്നാൻ തോന്നും, ഫ്രൈഡ് റൈസ് തിന്നുമ്പോൾ നമുക്ക് കുഴിമന്തി തിന്നാൻ തോന്നും. പക്ഷേ ഇതൊക്കെ തൂറ്റലിൻ്റെ ലക്ഷണങ്ങൾ. താങ്ക് യു വെരി മച്ച്.